എടാ എവിടെടാ? ഞാൻ വീടിന്റെ പുറത്തേക്കുണ്ട്, നീ വന്നേങ്ങോട് പെട്ടെന്ന് വാ. പിന്നെ വല്ല പുലുവാലി പിടിച്ചിട്ടാണോ വന്നേക്കണേ? എടാ ഇങ്ങനെ മനസ്സിലായി? നീ എപ്പോ ഇവിടെ ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ നിന്നാലും പുലുവാലി പിടിച്ചോണ്ടാട്ടില്ല വരാറില്ലേ? എടാ ഒരു ചെറിയ അബദ്ധം പറ്റിയടേ. ഞാൻ കൂട്ടാന്റെ വണ്ടിയും കൊണ്ട് പോകണ വഴിയെന്ന് പോലീസ് പിടിച്ച്. എനിക്ക് എന്തെങ്കിലും കാണിച്ചെടുത്ത് തുടങ്ങണം. നാളെ അവന്റെ അപ്പം പുള്ളി ഗൾഫിൽ നിന്ന് വരും. അല്ലെങ്കിൽ അവന്മാർ എന്നെ പഞ്ഞിക്കിടണം. ഒരു 3000 രൂപ ഒന്ന് സഹായിക്കാമോ? എന്റെ ഇല്ല, എന്റെ വണ്ടി തന്നെ വർക്ക്ഷോപ്പില്. ഞാൻ ഇതുവരെ നന്നാക്കി എടുത്തോളാ. പിന്നെ ഹലോ മോഹന, ഞാനാ തങ്കരാജ്. അല്ല, എൻ്റെ വീട്ടിലെ മോട്ടർ ഇപ്പൊ രാവിലെ കേടായി. ഞാൻ ഒരു പരിപാടിക്ക് പ്രസംഗിക്കാൻ പോയിട്ട് വന്നതേ ഉള്ളൂ. ഇല്ലില്ല, പറ്റത്തില്ല, എനിക്കിപ്പോ ഒന്ന് ശരിയാക്കണം. അയ്യോ, പണി സ്ഥലത്താണോ? ശരി, ഇപ്പൊ ആരെ വിളിക്കും? ശരി 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 ശരി. രാവിലെ തന്നെ മോട്ടറും കേടായി പണ്ടാരടങ്ങാൻ. ഇനിയിപ്പൊ ആരെ വിളിക്കും ദൈവമേ? എടാ ഇതിപ്പോ മൊത്തത്തിലൊരുമാതിരി പുലിവാലായല്ലോ. നീ ഇപ്പൊ എന്ത് കാണിച്ചിട്ടാ പോലീസ് പിടിച്ചേ? എടാ അത് സത്യം പറഞ്ഞത് എന്റെ കയ്യിലെ മിസ്റ്റേക്ക് തന്നെയാണ്. കഴിഞ്ഞ ദിവസം എനിക്കൊന്ന് ലൈസൻസ് കിട്ടിയായിരുന്നു. അതൊന്ന് പോലീസിനൊന്ന് കാണിച്ച് ഷോറക്കാന്ന് വിചാരിച്ചു. കൂട്ടുകാരന്മാര് പറഞ്ഞു ബൈപ്പാസിൽ നിൽക്കണ്ടെന്ന്. ഞാൻ അവന്മാരെ വണ്ടി എടുത്തോണ്ടൊന്ന് പോയതാ. പോലീസ് കൈ കാണിച്ചു. ചോദിച്ചത് ബുക്കും പേപ്പറും ഒന്ന് വണ്ടിയുടെ. അത് വണ്ടിക്കില്ല. ആരുടെ ഓഫീസ്? കൊച്ചച്ച പറഞ്ഞേ. എടാ, കൊച്ചന്റെ വീട്ടിലെ മോട്ടർ കേടായി. മോൻ ആരെങ്കിലും പരിചയം ഉണ്ടെങ്കിലേ ഒരു പണിക്കാരനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്. ഞാൻ ആളെ പറഞ്ഞു വിട്ടേക്കാം. ശരി ശരി, പറഞ്ഞു വിടാൻ മറക്കരുത്. ശരി. എന്നടാ എന്നെ പറ്റിയത് ഇപ്പൊ എന്നാ? കൊച്ചച്ചൻ വിളിച്ചാ പുള്ളിയിലുള്ള മോട്ടർ കേടായി. നാളെ പറഞ്ഞു വിടാൻ വേണ്ടി. ആ ആള് ഞാനെങ്ങടെ ആയാലോ? കൊഴപ്പൊന്നും ആവില്ല. ഒരു കുഴപ്പമില്ല. ആണ്ടവാ മുരുകാ, എന്നെങ്കിലും ഒരു നല്ല വീട് ഒപ്പിച്ചു തരണേ. ഈ സൂര്യ ശരിയാക്കണമെങ്കിൽ എത്രയാവും? അതല്ലേ പറഞ്ഞൊരു 10,000 വേണ്ടി വരും. അതെയല്ലോ. എങ്ങനെയായാലും കുഴപ്പമില്ല. നീ ആ സൂര്യ ഒന്ന് ശരിയാക്ക്. കാശ് എത്രയാന്ന് വെച്ചാൽ ഞാൻ തന്നേക്കാം. അല്ല, മോന്റെ പേര്? എന്റെ പേര് സിബി കേട്ടോ. അപ്പൊ മോൻ സ്വന്തമായിട്ട് കടയൊക്കെ ഉണ്ടല്ലേ? ഉണ്ടല്ലേ? എന്നാ പെട്ടെന്ന് അങ്ങനെ ശരിയാക്കി താട്ടോ. സെൽവ, നീ എപ്പോഴും ശല്യം ചെയ്തുകൊണ്ടിരിക്കല്ലേ. ഞാൻ അവിടേക്ക് വരുമ്പോ ഇത്ര ലക്ഷം രൂപ വേണം. 10 ലക്ഷം രൂപ 20 ലക്ഷം രൂപ വേണ്ട വരുമ്പോ അത് എത്തിച്ചുകൊണ്ട് അത് ആക്കിയിട്ടേ ഞാൻ ഇവിടുന്ന് വരുള്ളൂ. എന്റെ അങ്ങനെ ആ പണി 200 രൂപയ്ക്ക് ആ മോട്ടോർ നന്നാക്കി കിട്ടി. പിന്നെ നീ വേറെ ഒന്നും വിചാരിക്കരുത്. നമ്മളൊരു 3000 നിങ്ങളുടെ അടുത്ത് പറയും. എനിക്ക് എന്റെ ആവശ്യമൊന്നും നടക്കണം. എടാ വണ്ടിയൊക്കെ എനിക്ക് എടുക്കണം. നീ വേറെ ഒന്നും വിചാരിക്കരുത്. ശരി ശരി, നീ പറഞ്ഞോ, എനിക്ക് കുഴപ്പമില്ല. ചേട്ടാ ആക്രിയുണ്ടോ ചേട്ടാ? എന്റെ പൊന്നേട്ടാ ആക്കയിലോ ഒന്നുമില്ല. ഇവിടെ ഒന്നാമത്തെ കാര്യം മുള്ളേരെ നിൽക്കുക. ഈ മോട്ടർ നന്നാക്കിയേ ഒരു 3500 അങ്ങോട്ട് പറയാം. അതാണ് 500 നിനക്ക് അങ്ങോട്ട് വാങ്ങിച്ചു തരാലോ. ഇത് ഞാൻ അങ്ങോട്ട് പറയാൻ നിൽക്കുമായിരുന്നു. മോട്ടർ നന്നാക്കാൻ പോയമാര് ഫോണും വിളിച്ച് എടുക്കത്തില്ല. ഇനിയിപ്പോ എന്നെ ഇത് വെള്ളമില്ല, തേങ്ങയില്ല, കുഴപ്പമായി. കോരി എടുക്കേണ്ടി വരില്ല. ഓമാര് പറ്റിച്ചാണോ ഇനി? മോട്ടർ എടുത്തിട്ട് അങ്ങോട്ട് പോയേക്കാം. എടാ മോട്ടർ കാണാനില്ലടാ. ആക്രിയുണ്ടോ ചേട്ടാട്ടാ? എന്റെ പൊന്നെടാ നിക്കടാ. ഇച്ചിരി മുമ്പിലടാ ഇതിൽ കൂടെ ഒരു ആക്രിക്കാരൻ പോയത്. ഇനി പുള്ളി എങ്ങാനും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവോ? ഈ വഴിക്കല്ലേ പോയേ? ആ വഴിക്ക് ഈ വഴി ഏതെങ്കിലും വഴി ഈ വഴിക്കായിരിക്കൂലേ? എന്നാ പിന്നെ എന്റെ പൊന്നടാവേ, എനിക്ക് ഇനി പറ്റില്ല. ഇനി ആ പുള്ളിയുടെ പുറകെ പോയിട്ട് കാര്യമില്ല. കാരണം പുള്ളി ആ ബസ്സിൽ കയറി പോയി കാണൂ. അയ്യോ അങ്ങനെ പറഞ്ഞാൽ പറ്റൂല. പുള്ളി വാങ്ങിയ വിഷയൊക്കെ മോട്ടർ കൊണ്ട് കൊടുക്കണ്ടേ? അയ്യോ, ഈ ഒരു ഒറ്റ ഒരുത്തം കാരണം ഈ പ്രശ്നം മൊത്തം ഉണ്ട്. ഈ മേലെ ഇങ്ങനത്തെ പോക്കിരുത്തന്നെ കാണിക്കരുതാ. ഞാൻ എന്നാടാ ചെയ്തത്? പുള്ളി മോട്ടർ കൊണ്ടുപോയേനെ. നീ തന്നെ പോവാ? ഞാൻ കൊച്ചനെ വിളിച്ചു പറയാൻ പോവാ. എടാ ഒന്ന് അനങ്ങാണ്ടേടാ. അതെ കൊച്ചാ, നമ്മുടെ എന്റെ ജീവിതം തകർന്നു. ഹലോ കൊച്ചാ, ആ മോട്ടറില്ലേ? മോട്ടർ അങ്ങ് കളഞ്ഞേക്ക്, അതിന്റെ ആവശ്യമില്ല. ഇവിടെ 1500 രൂപയ്ക്ക് നമ്മുടെ കയ്യിൽ നിന്ന് അതേപോലത്തെ മോട്ടർ ഒരു പുള്ളിക്കാരൻ്റെ കൊണ്ടുവന്നു. നീ അവൻ ദൈവം ആ സത്യം പറഞ്ഞ. അതാരാ? അത് പിന്നെ പേരനാ മോന്റെ മുരുകൻ. മുരുകൻ മുരുകൻ മുരുകൻ. അത് പിടിക്കനാ.
ചേട്ടാ ആക്രിയുണ്ടോ ചേട്ടാ? എന്റെ പൊന്നേട്ടാ ആക്രിയിലോ ഒന്നുമില്ല. ഇവിടെ ഒന്നാമത്തെ കാര്യം മുള്ളേരെ നിൽക്കുക. ആക്രി ഇപ്പോൾ വരുന്ന വാർത്ത, ജുവലറി ഉടമ തങ്കരാജിന്റെ വീട്ടിൽ കവർച്ച നടന്നിരിക്കുന്നു എന്ന വാർത്തയാണ് വന്നിരിക്കുന്നത്. സംഭവ സ്ഥലത്ത് നിന്നും അനൂപ് ചേരുന്നു. അനൂപ്, എന്താണ് വിശദാംശങ്ങൾ? സംഭവം നടക്കുന്നത് ഏതാണ്ട് ഇന്നലെ ഉച്ചയോടുകൂടിയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ജ്വല്ലറി ഉടമയായ തങ്കരാജ് ചേരുന്നുണ്ട്. തങ്കരാജ്, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. ഒരു മോട്ടർ കൊണ്ട് വന്ന തെണ്ടിയ അവൻ എന്റെ 20 ലക്ഷം രൂപ സ്വർണം കൊണ്ടുപോയി. എനിക്കൊന്നും പറയാനില്ല സാറേ, പൊക്കോ. വേണം. 10 ലക്ഷം രൂപ 20 ലക്ഷം രൂപ വേണ്ട വരുമ്പോ അത് എത്തിച്ചുകൊണ്ട് അത് ആക്കിയിട്ടേ ഞാൻ ഇവിടുന്ന് വരുള്ളൂ. ഹലോ ആശാനെ, ചെറുക്കൻ്റെ അതിന് സീനായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഹലോ, കേൾക്കണ്ട? ഹലോ ഹലോ ഹലോ